ഹലോ ഫ്രണ്ട്സ്, ഈ പങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും തംബ്നെയിൽ കണ്ട പോലെ OnePlusന്റെ ഒരു ചെറിയ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പൊ അധികം നീട്ടുന്നൊന്നുമില്ല, നമുക്ക് നേരെ റിവ്യൂയിലോട്ട് പോവാം. അപ്പം ഇങ്ങനെ ഒരു നൈസ് ബോക്സിലാണ് OnePlus നോഡ് നമുക്ക് വരിക. ഫോൺ ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തായിരുന്നു. ഇങ്ങനത്തെ ഒരു നീല കളറുള്ള ഒരു പുതിയ ടൈപ്പ് ബോക്സിലാണ് OnePlus നോഡ് എനിക്ക് വന്നത്. അപ്പൊ അതിന്റെ കൂടെ കിട്ടിയ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ചാർജറാണ്. 30 വാട്ട്സിന്റെ റാപ്പ് ചാർജറാണ്, ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു റെഡ് കേബിളാണ്. എപ്പോഴും എല്ലാ OnePlus നോഡിന്റെയും പോലെ തന്നെ ഒരു റെഡ് കേബിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ബോക്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഒരു ബാക്കിലൊരു ടെക്സ്ചറൊക്കെ ഉള്ള ഒരു നൈസ് ബാക്ക് കവർ കിട്ടിയിട്ടുണ്ട്. OnePlus നോഡിന്റെ ഒരു പ്ലാസ്റ്റിക് ബാക്ക് കവർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ യൂസർ മാനുവല് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു സിം എജക്ടർ ഉണ്ടാവും. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാവും ഒട്ടിക്കുന്ന. പിന്നെ ഒരു redcable.com റെഡ് കേബിൾ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫോൺ എടുക്കുന്നതോടുകൂടി നമ്മൾ ഇതിൻ്റെ ഒരു മെമ്പർ ആവുകയാണ്. നമുക്ക് 50 GB ക്ലൗഡ് സ്റ്റോറേജും പിന്നെ ഒരു 6 മാസത്തെ എക്സ്റ്റെൻഡഡ് വാറണ്ടി, അതാണ് ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്, ഈ ഒരു റെഡ് കേബിൾ കാർഡ് കൊണ്ടുള്ള ഒരിത്. പിന്നെ വേറെ എന്തൊക്കെയോ ബെനിഫിറ്റ്സ് ഉണ്ട്, അതിന്റെ ഒരു സൈറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫോൺ വാങ്ങുന്നവര്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ OnePlus നോഡ്. ഞാൻ ഇതൊരു അൺബോക്സിങ് വീഡിയോ ഒന്നും അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ബോക്സിൽ ഇരിക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഫോൺ നോക്കുകയാണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേ കളറാണ്. 2 കളർ വേരിയന്റ് ആണ് ഉള്ളത്. ഒന്നൊരു മറ്റേ ബോക്സിൽ കണ്ട ആ ഒരു നീല കളറ്, ആ ഒരു ബ്ലൂ കളറും പിന്നെ ഈ ഒരു ഗ്രേ കളറുമാണ് ഈ ഫോണിന്റെ 2 കളർ വേരിയന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഈ ഒരു വേരിയന്റ് എന്ന് പറയുന്നത് 8 GB റാം 128 GB ഇന്റേണൽ മെമ്മറി ഉള്ള ഒരു വേരിയന്റ് ആണ് ഇതിനുള്ളത്. കൂടാതെ ഇതിന് 2 വേരിയന്റ് കൂടെയാണുള്ളത്. 12 GB റാം അതുപോലെ തന്നെ 6 GB റാം, അങ്ങനെ 2 വേരിയന്റ് കൂടെയാണ് ഈ ഫോണിന് വേറെ ഉള്ളത്. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഒരു പുറത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം നോക്കാം. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം ബട്ടൺ കാണാൻ പറ്റും. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. ഈ ഒരു സ്ലൈഡ് ചെയ്യുന്ന ബട്ടൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഓരോ മോഡ് മാറ്റാം. സൈലന്റ് മോഡ്, റിംഗിങ് മോഡ്, വൈബ്രേഷൻ, അങ്ങനെ 3 മോഡുകൾ നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ സെറ്റിംഗ്സിലൊന്നും പോവാതെ തന്നെ പെട്ടെന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ ഫോൺ സൈലന്റ് ആക്കാം, ഫോൺ റിംഗിങ് മോഡ് ആക്കാം. അതിനാണ് ഈ ഒരു സ്ലൈഡിങ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫോണിന്റെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് സിം ട്രേ വരുന്നത്. അതുപോലെ തന്നെ Type-C USB ചാർജിങ് ആണ് വരുന്നത്. Type-C നേരത്തെ ചാർജർ ഞാൻ കാണിച്ചു. Type-C ചാർജറാണ്, 30 വാട്ടിന്റെ റാപ്പ് ചാർജർ. അതുപോലെ തന്നെ ഒരു മോണോ അല്ലെങ്കിൽ ലീനിയർ സ്പീക്കറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇതിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് താഴെയും മേലെയായിട്ട് 2 നോയിസ് ക്യാൻസലേഷൻ മൈക്കുകളാണുള്ളത്. പിന്നെ ഇതിനുള്ളൊരു പോരായ്മ ഞാൻ ഇപ്പോഴേ പറയാം, ഇതിന് ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ മാത്രമേ ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു C-Type-2 മറ്റേ 2.5mm ഓഡിയോ ജാക്കിന്റെ ഒരു അഡാപ്റ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇയർഫോൺ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അഡാപ്റ്റർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്താണ് സെലക്ട് ചെയ്യാൻ. ഇയർഫോൺ കുത്തി നല്ല ക്വാളിറ്റി അഡാപ്റ്റർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് കേൾക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന്റെ സൈഡിലെ ഈ ഫ്രെയിം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സ്റ്റീലിന്റെ കളറൊക്കെയാണ്. പക്ഷെ ഇതൊരു സ്റ്റീലല്ല, ഇതൊരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനാണുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിന്റെ ഒരു ക്യാമറ യൂണിറ്റിനെ പറ്റി നോക്കാം. OnePlus 8ന്റെ അതേ ക്യാമറ യൂണിറ്റ് ആണ് OnePlus നോഡിനും കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. സോണി IMX865 സെൻസറാണ് ഈ ക്യാമറയ്ക്ക് കൊടുത്തിട്ടുള്ളത്. പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 65 MB ആണ്. സെക്കൻഡറി ആയിട്ട് നമുക്കൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. വൈഡ് ആംഗിൾ ക്യാമറ 8 MB അതുപോലെ തന്നെ ഡെപ്ത് ക്യാമറ 5 MB മാക്രോ ക്യാമറ 2 MB കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തം 4 ക്യാമറയാണ് ഇതിന്റെ ബാക്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു ലൈനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരു ഫ്ലാഷും ഇവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 2 ക്യാമറകൾ നിങ്ങൾക്ക് കാണാം. അത് OnePlus സീരീസിന്റെ ഒരു ഫോണിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ 2 ക്യാമറകൾ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരു ക്യാമറ 32 MB
രണ്ടാമത്തെ ക്യാമറ ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫി എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് വൈഡ് ആംഗിളിൽ ക്യാമറ എടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്, വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ബാക്കിലത്തെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ നമുക്കൊരു 190 ഡിഗ്രി വരെ വൈഡ് ആംഗിളിലുള്ള വീഡിയോസും ഫോട്ടോസും നമുക്ക് ബാക്കിൽ ഒരു വൈഡ് ആംഗിൾ ക്യാമറ വെച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഇത് ഞാൻ എൻ്റെ ഈ ഒരു വലത്തെ കയ്യിലെ തള്ളവിരലാണ് ഞാൻ ഫിംഗർ പ്രിൻറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വെച്ചു ഓണായി. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ലാഗും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഓണാണെന്ന് നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ ഒരു ഫേസ് അൺലോക്കിൻ്റെ ഒരു സെറ്റപ്പും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫേസ് അൺലോക്കിൻ്റെ കേസും കൂടി നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഒന്ന് വേക്കപ്പ് ആക്കി ഇത് എൻ്റെ മുഖത്തിൻ്റെ നേരെ തിരിച്ച് അപ്പം തന്നെ അൺലോക്കായി. ഒന്നും കൂടി നോക്കാം. ജസ്റ്റ് വേക്കപ്പ് ചെയ്തു, അൺലോക്കായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു സ്പീക്കർ എന്ന് പറഞ്ഞാൽ മോണോ സ്പീക്കർ അല്ലെങ്കിൽ ലീനിയർ സ്പീക്കറാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ജസ്റ്റ് കേൾപ്പിച്ചു തരാം. അപ്പൊ ഈ ഫോണിന്റെ ഒരു ഓഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം വീഡിയോ കൂടെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് കേൾക്കുന്നില്ലെങ്കിലും പക്ഷെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഈ സ്പീക്കറിനുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. കാണുമ്പോൾ ഉള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസാണ്. ഇതിപ്പോൾ ഞാൻ വൈഡ് ആംഗിൾ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നല്ല ക്വാളിറ്റി തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോഴും നല്ല ക്വാളിറ്റി തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു വീഡിയോ ക്വാളിറ്റിയാണ്. ഇതിപ്പോൾ യൂട്യൂബിൽ നിന്ന് ഞാൻ സ്ട്രീം ചെയ്യുന്നതാണ്. ഇപ്പോഴും നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റ് സെൻസറും കണ്ടു. വലിയ ലാഗൊന്നും ഇല്ലാത്തൊരു അൺലോക്കിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പറ്റി നോക്കുകയാണെങ്കിൽ 6.44 ഇഞ്ചിൻ്റെ ആമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിലുള്ളത്. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് ഡിസ്പ്ലേക്ക്. ഇതിൻ്റെ ഒരു റിഫ്രഷിംഗ് റേറ്റ് എന്ന് പറയുന്നത് 90 ഹെർട്സ് ആണ്. ഒരു ലാഗും ഇല്ലാത്ത 90 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിലുള്ളത്. ഇനി നമ്മൾ ഫോണിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ OnePlus നോഡിൻ്റെ ഒരു പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 765G എന്നൊരു പ്രൊസസ്സറാണ് OnePlus നോഡിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജ് 8GB 128GB റാമാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ 10ൻ്റെ ഓക്സിജൻ OS ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഓക്സിജൻ OS നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് OnePlus നോഡിൽ തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ 4115 mAh ഒരു ബാറ്ററിയാണ് OnePlus നോഡ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഹെവി യൂസേഴ്സിനൊന്നും ഒരു ദിവസമേ കഷ്ടിച്ച് ഇതിൻ്റെ ചാർജ് നിൽക്കത്തുള്ളൂ. അല്ലാതെ നോർമൽ യൂസ് ചെയ്യുന്നവർക്ക് ഒരു 1.5 ദിവസം വരെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടും. അപ്പം ഒരുപാട് ഗെയിം കളിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇൻറ്റൻസ് ആയിട്ട് ക്യാമറ യൂസ് ചെയ്ത് വീഡിയോ എടുക്കുന്നവർക്കൊക്കെ ചിലപ്പം ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകാൻ സാധ്യതയുണ്ട്. അത്രയ്ക്കുള്ള ഒരു പവർ ഇതിൻ്റെ ബാറ്ററിക്ക് ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് എനിക്ക് മാക്സിമം ഒരു 1.5 ദിവസം വരെ, ഞാൻ വലിയ യൂസ് ഒന്നും ഇല്ലാതെ വെച്ചിട്ട് എനിക്ക് മാക്സിമം ഒരു 1.5 ദിവസം വരെ ഇതിൻ്റെ ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഞാനിങ്ങനെ ഈ OnePlus നോഡ് വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ക്യാമറ ക്വാളിറ്റീനെ പറ്റി. ചിലർ പറഞ്ഞു ക്യാമറ കൊള്ളില്ല, ചിലർ പറഞ്ഞു OnePlus 8ൻ്റെ ക്യാമറ ആണെങ്കിൽ അത്രയും ക്വാളിറ്റി ഇതിന് കാണിക്കുന്നില്ല എന്നൊക്കെ. അത് ഞാൻ ഫോട്ടോ എടുത്തപ്പോഴും ചെറിയ രീതിയിലുള്ള ക്വാളിറ്റി കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ കൊള്ളാം, നല്ല ക്യാമറ തന്നെയാണ് ഇതിന് ഉള്ളത്. അതായത് OnePlus 8ൻ്റെ ഒരു പ്രൊസസ്സർ എന്ന് പറയുന്നത് ഒരു സ്നാപ്ഡ്രാഗൺ 865 എന്തോ ആണ്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പം ആ ഒരു പ്രൊസസ്സറിൻ്റെ വ്യത്യാസം നമുക്ക് ഈ ഒരു OnePlus നോഡിൽ ക്യാമറ യൂണിറ്റിൽ പ്രകടമായിട്ട് കാണാം. അതായത് പ്രൊസസ്സറിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടാണ് ക്വാളിറ്റി കുറയുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ അറിയത്തില്ല. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇതിന് ലോ ലൈറ്റിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി കുറവാണ്. അതുപോലെ തന്നെ സൂപ്പർ മാക്രോ എന്ന് പറഞ്ഞിട്ടൊരു
മോഡിൽ നമ്മൾ ഈ ക്യാമറ ഇടുമ്പം അതിനും ക്വാളിറ്റി കുറവാണ്. ഇത് സൂപ്പർ മാക്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡുണ്ട്. അപ്പോൾ അതിലും നമുക്കൊരു ക്വാളിറ്റി കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ 64 MB പ്രൈമറി ക്യാമറ എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ മറ്റെല്ലാ ഫോണുകളെയും പോലെ തന്നെ നമുക്ക് OTG മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ OTG ഈ ഫോണിൽ സപ്പോർട്ട് ആവും. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ എന്നീ OTT പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ നമുക്ക് HD തന്നെ വീഡിയോസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ NFC എന്ന് പറഞ്ഞിട്ടൊരു ഫെസിലിറ്റിയും കൂടി ഈ ഫോണിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, OnePlusന്റെ ബോക്സ് തുറന്നിട്ട് കയ്യിലെടുത്ത ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിതൊരു ഒരാഴ്ചയായി ഫോൺ യൂസ് ചെയ്യുന്നു. എനിക്കങ്ങനെ ചില യൂട്യൂബേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ മോശം പറയുന്നുണ്ട് ഫോണിനെ. അപ്പോൾ എനിക്കങ്ങനെ വലിയ മോശമൊന്നും തോന്നിയിട്ടില്ല ഈ ഒരാഴ്ചത്തെ യൂസ് കൊണ്ട്. ഇനി ഭാവിയിൽ തോന്നുമെന്ന് എനിക്ക് അറിഞ്ഞില്ല, പക്ഷെ അങ്ങനെ തോന്നുന്ന സാധ്യത കുറവാണ്. എനിക്ക് ഈ ഒരു ഒരാഴ്ചത്തെ യൂസ് കൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ തന്നെയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു മിഡ് റേഞ്ച് പ്രൈസിലുള്ള ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഈ പറയുന്നത് ഞാൻ OnePlusന്റെ ക്യാമറയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്വാളിറ്റിയെ പറ്റി. അപ്പോൾ മുൻപ് ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഞാൻ എൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ലെൻസിന് എന്തോ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ക്വാളിറ്റി കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ക്ഷമിക്കണം എല്ലാവരും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നിങ്ങൾക്ക് OnePlus നോഡിനെ പറ്റി ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നല്ല ഫീച്ചറുള്ള ഒരു ഫോൺ തന്നെയാണ് OnePlus നോഡ്. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് OnePlusന്റെ ഒരു ഫോൺ ആദ്യമായിട്ടാണ് ഇവര് പുറത്തിറക്കുന്നത്. അതായത് OnePlus, ഞാൻ 8GB 128ന്റെ ഈ ഫോൺ വാങ്ങിയത് 28,000 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ 12GB 256GB ഫോണിന് 29,999 രൂപയും 6GB 64GB ഇന്റേണലിന്റെ ഫോണിന് 24,999 രൂപയാണ്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സിലാണെങ്കിലും പ്രൈസിലാണെങ്കിലും നല്ലൊരു എല്ലാവർക്കും യോജിക്കുന്ന ഒരു പ്രൈസും അതുപോലെ തന്നെ നല്ല ഫീച്ചേഴ്സും ആണ്. അപ്പം OnePlus നോഡിന്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരെ OnePlus നോഡ് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, OnePlus നോഡിന്റെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.